77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിന് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? ഉത്തരം 3ാം സ്ഥാനം. ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും വിഷയമാക്കിയായിരുന്നു കേരളത്തിന്റെ ടാബ്ലോ. 12 വർഷത്തിന് ശേഷമാണ് കേരളം റിപ്പബ്ലിക് ദിന പരേഡിൽ മെഡൽ പട്ടികയിൽ ഇടം നേടുന്നത്. സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത് എന്ന പ്രമേയത്തിലായിരുന്നു ടാബ്ലോ. വന്ദേ മാതരത്തിന്റെ 150 വർഷം എന്നതായിരുന്നു ഈ വർഷത്തെ പ്രധാന പ്രമേയം. 1875 ബങ്കിം ചന്ദ്ര ചതോപാധ്യായ വന്ദേ മാതരം രചിച്ചതിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഇത്. സ്വതന്ത്രതാ കാ മന്ത്ര, വന്ദേ മാതരം, സമൃദ്ധി കാ മന്ത്ര, ആത്മനിർഭർ ഭാരത് എന്നിവയായിരുന്നു പരേഡിലെ ടാബ്ലോകളുടെ പ്രധാന ആശയങ്ങൾ. 1ാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയായിരുന്നു. പ്രമേയം ഗണേശോത്സവം. 2ാം സ്ഥാനം ലഭിച്ചത് ജമ്മു കാശ്മീരിനാണ്. പ്രമേയം ജമ്മു കാശ്മീരിലെ കരകൗശല വസ്തുക്കളും നാടൻ നൃത്തങ്ങളും. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ നിർവഹണ ഏജൻസി അധ്യക്ഷയായി ചുമതലയേറ്റത് ആര്? ഉത്തരം PT ഉഷ. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാം വാർഷികം കൂടിയാണ് 2030ലേത്. 1930 കാനഡയിലെ ഹാമിൽട്ടണിലാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 2ാം തവണയാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്.